സോ ഗായ്സ്, നമ്മുടെ വീട്ടിലൊക്കെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ വെള്ളം വളരെ സ്ലോ ആയിട്ട് വരുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇതുപോലെ പ്ലഗ് റിമൂവ് ചെയ്തിടുക. എന്നിട്ട് വാഷിംഗ് മെഷീനുമായി കണക്ട് ചെയ്ത ടാപ്പ് പൂട്ടിയിട്ട് വാഷിംഗ് മെഷീൻ്റെ ഇൻലെറ്റ് ഹോസ് ഇതുപോലെ ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഇൻലെറ്റ് വാൾവിൻ്റെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ചളി അടഞ്ഞുകൂടിയത് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ ഫിൽറ്റർ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊരിയെടുക്കുക. കൈകൊണ്ട് ഇതുപോലെ ഊരിയെടുക്കുക. ഇതാണ് കേട്ടോ ആ ഫിൽറ്റർ. ചെറിയൊരു ഫിൽറ്ററാണ്. അത്യാവശ്യം നല്ല ചളി അടഞ്ഞിട്ടുണ്ട്. ഈ ചളി ഇതുപോലെ അടഞ്ഞു കിടന്നിട്ടാണ് വെള്ളം വളരെ സ്ലോ ആയിട്ട് വരുന്നത്. നമ്മൾ ഊരിയെടുത്ത ആ ഫിൽറ്റർ പഴയ ഒരു ബ്രഷ് ഉപയോഗിച്ചത് ഇതുപോലെ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുക. ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചളി പോലും അതിമേ ഇല്ല കേട്ടോ. നമ്മൾ ഫിൽറ്റർ വെക്കുന്ന ഭാഗത്തുള്ള ഇൻലെറ്റ് വാൾവിലും ഇതുപോലെ കുറച്ച് ചളി ഉണ്ടാകും കേട്ടോ. അത് നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇൻലെറ്റ് വാൾവും നമ്മൾ നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഫിൽറ്റർ എടുത്തിട്ട് ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ഇൻലെറ്റ് ഹോസ് എടുത്തിട്ട് ഇതുപോലെ ത്രെഡൊന്നും കളയാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും വെള്ളം വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. ആദ്യമുള്ളതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ ഫിൽറ്റർ ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആഴ്ചയിലോ മാസത്തിലോ അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മുടെ മെഷീന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കും ഇങ്ങനെ ചെയ്താൽ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.